Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. ഫുഡ് കഴിച്ചു എല്ലാവരും? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തയ്യാറാരാണ്? ഞാനാണ് മാം. മാം കഴിച്ചില്ലേ? Good afternoon, everyone. Prayer for a new day. Heavenly Father, thank you for the gift of this new day. Guide my every thought, word, and action. Help me to be present today, to love well, and to trust you fully. Give me peace and uncertainty and strength for whatever I face. Amen. Then thought of the day. All of us do not have equal talent, but all of us have an equal opportunity to develop our talent. These words are by APJ Abdul Kalam. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല, പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും തുല്യ അവസരമുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും കഴിവുകൾ വികസിപ്പിക്കാനുള്ളതാണ് ഈ മോണ്ടിസറി. അത് നാം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുന്നു. താങ്ക് യു മാം. Ma'am, sign in പറഞ്ഞോട്ടെ ma'am. Sign in പറഞ്ഞോ. Good afternoon, everyone. It gives me great pleasure to welcome you all today on behalf of our respected Ashwati Ma. We are truly honored by your presence and excited for the new class that brings us together. I extend a warm and happy welcomes to each and every one of you. Thank you. ഓക്കെ, ആക്ഷൻ സോങ്ങോ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? മാം ഞാൻ സ്പെല്ലിങ് ഡിഫറൻറ്റും ഉച്ചാരണം ഒരുപോലെ വരുന്ന വേർഡ്സുകൾ ശരിയാക്കി വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോട്ടെ. പറഞ്ഞു. ക്യാപിറ്റൽ CAPITAL അത് തലസ്ഥാനം. പിന്നത്തെ ക്യാപിറ്റൽ CAPITOL നിയമസഭാ ഭവനം എന്ന് പറയും. പിന്നെ സ്റ്റേഷനറി STATIONARY അത് ചലനമില്ലാത്തത് എന്നർത്ഥം വരുന്നു. പിന്നത്തെ STATIONERY അത് ഉപകരണങ്ങൾ, കടയിലൊക്കെ എഴുത്തുപകരണങ്ങൾ എന്നൊക്കെ പറയും. പിന്നെ മെയിൽ MAIL മെയിൽ അത് കത്ത് എന്നുള്ളത്. പിന്നെ MALE മെയിൽ ആൺകുട്ടി എന്നുള്ളതിൽ പറയണു, ആണ്. പിന്നെ ക്യാൻവാസ് CANVAS ക്യാൻവാസ് പെയിന്റ് ചെയ്യാനുള്ളത്. CANVASS SS അത് പ്രചരണം നടത്തുക എന്ന് പറയണ. പിന്നെ പ്രിസ്ക്രൈബ് PRESCRIBE നിർദ്ദേശിക്കുക. പിന്നത്തെ PROSCRIBE പ്രിസ്ക്രൈബ് നിരോധിക്കുക. പിന്നെ ASSENT 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 സമ്മതം. ASCENT ASSENT കയറ്റം. പിന്നത്തെ ഡിസ്ക്രീറ്റ് DISCRET സൂക്ഷ്മ ബുദ്ധിയുള്ള. പിന്നത്തെ ഡിസ്ക്രൈറ്റ് DISCRETE വ്യത്യസ്തമായ. പിന്നെ അവർ HOUR അവർ മണിക്കൂർ, OUR അവർ നമ്മുടെ. പിന്നെ സീരിയൽ CEREAL സീരിയൽ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ എന്ന് പറയുന്നു. പിന്നത്തെ SERIAL സീരിയൽ പരമ്പര. പിന്നെ പോർ POUR പോർ ഒഴിക്കുക. PORE പോർ ശ്രദ്ധയോടെ നോക്കുക. ടെയിൽ TAIL ടെയിൽ വാല്. TALE ടെയിൽ കഥ. ഓക്കെ മാം, താങ്ക് യു. ഇങ്ങനെ ചെയ്യാട്ടോ.
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വേർഡ്സിന്റെ ഡിഫറൻസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. നമ്മളിപ്പോ എന്തെങ്കിലും എഴുതുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും എഴുതുന്നത്, കറക്റ്റ് ആയിട്ടായിരിക്കില്ല, എന്തെങ്കിലും ലെറ്റർ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേർഡ്സ് പറയുന്നത് നല്ലതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് ഇല്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളിന്ന് ഇനി എടുക്കാനുള്ളത് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് അല്ലെ? വായിച്ചായിരുന്നോ നിങ്ങളിത് കഴിഞ്ഞ ക്ലാസ്സിൽ? വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചായിരുന്നു. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആവശ്യങ്ങൾ അല്ലെ? ഓക്കെ. അപ്പോ ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഒരു മനുഷ്യന് ഉണ്ടാവുക? എത്രത്തോളം ആവശ്യങ്ങൾ ഉണ്ടാകാം? അല്ലെങ്കിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു നീഡ് ഏതാണ്? ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ടുള്ള ആവശ്യം എന്താണ്? അങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് അല്ലെങ്കിൽ സ്റ്റേജ് വൈസ് ആണ് ആവശ്യങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്, വി ഹാവ് സീൻ ഇൻ ദിസ് ദാറ്റ് ചിൽഡ്രൻ ഹാവ് ഡിഫറെന്റ് നീഡ്സ്. നമുക്ക് പല ആവശ്യങ്ങളും കുട്ടികളിൽ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് സം ഓഫ് ദീസ് ആർ ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് വിച്ച് ആർ എസെൻഷ്യൽ ടു സർവൈവ്. എന്താണ് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം അല്ലെ? എന്തായിരിക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം? എന്തായിരിക്കും? ഹങ്കർ ആൻഡ് ഭക്ഷണം, ജലം. നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ പഠിച്ചിരിക്കുന്നേ? ബേസിക് നീഡ്സ് ആണോ? അതായത് പ്രൈമറി നീഡ്സ് എന്നൊക്കെ പറയൂ അല്ലെ? ഭക്ഷണം, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ ഷെൽട്ടർ ഉണ്ട്, പിന്നെ ക്ലോത്ത് ഉണ്ട് അല്ലെ? ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെറിയ ക്ലാസ്സില്? ഇത് മൂന്നും വേണോ? വേണോ അല്ലെ? ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ട് ഇത് മൂന്നും വേണം. ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം അല്ലെ? അപ്പോ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് എസെൻഷ്യൽ നീഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ അത് പ്രൈമറി റിക്വയർമെന്റ് എന്ന് നമുക്ക് പറയാം. പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ്. അതിനകത്ത് ആദ്യം തന്നെ വരുന്നതാണ് ഭക്ഷണം അല്ലെ? അതായത് വിശക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ട് ഭക്ഷണം വേണം. ഓക്കെ, നമ്മുടെ വിശപ്പാണ് എന്ത് നമ്മുടെ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എന്ത് നമ്മൾ ഒഴിവാക്കിയാലും നമ്മൾ എന്ത് ഒഴിവാക്കില്ല? ഭക്ഷണം നമ്മൾ ഒഴിവാക്കില്ല അല്ലെ? ഭക്ഷണം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഭക്ഷണം കഴിക്കില്ല എല്ലാവരും തന്നെ. ആരെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കാറുണ്ടോ? 3 നേരം ഭക്ഷണം കഴിക്കുന്നവരല്ലേ എല്ലാവരും തന്നെ? ആണോ? നിങ്ങൾ കഴിക്കാറില്ലേ? കഴിക്കാറുണ്ട്. അപ്പോ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭക്ഷണമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ വെള്ളം വരാം, വാട്ടർ. ഓക്കെ, ഇതൊക്കെ എന്താണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ചിലത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ചില ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഫുഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത്. പിന്നീട് അതായത് ഈ ഇപ്പൊ ഭക്ഷണമായാലും വെള്ളമായാലും ഇപ്പൊ നമ്മുടെ ദാഹം തീർന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് തീർന്നു എന്ന് വിചാരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ആവുമോ? നമ്മുടെ ആവശ്യങ്ങൾക്ക് അവിടെ അന്ത്യം വരുമോ? ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവോ? ആവശ്യങ്ങൾ തീരുമോ? ഭക്ഷണം കഴിച്ചാലും വെള്ളം കഴിച്ചാലും മാത്രം മതിയോ നമ്മള്? ഇല്ല. ഇല്ല. പിന്നെന്താണ് വേണ്ടത്? നമ്മുടെ സേഫ്റ്റി. നമ്മുടെ സേഫ്റ്റി. സേഫ്റ്റി അല്ലെ? നമ്മുടെ സുരക്ഷ അല്ലെ? സേഫ്റ്റി ആവശ്യമാണ്. അതായത് ആദ്യത്തെ നീഡ്, അതായത് ഈ ഹങ്കർ ആയാലും അതുപോലെ തന്നെ ഇപ്പൊ ഭക്ഷണം ആയാലും അതുപോലെ തന്നെ വെള്ളം ആയാലും ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം
അല്ലെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ നമ്മൾക്ക് മാറിയതിന് ശേഷം നമ്മൾക്ക് വേണ്ട അടുത്തൊരു നീഡാണത് സേഫ്റ്റി എന്ന് പറയുന്നത്, സുരക്ഷ. എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്കത്? സുരക്ഷ. നമ്മൾ എവിടെയാണ് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നത് എപ്പോഴും? ഫാമിലി. ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ ഷെൽട്ടർ, അല്ലെ? ഓക്കെ. അപ്പോ നമ്മുടെ വീട്ടിലായിരിക്കാം, വീടിന്റെ അന്തരീക്ഷമായിരിക്കും നമുക്ക് ഏറ്റവും സെക്യൂർ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് സേഫ്റ്റി തരുന്നത്. അപ്പൊ അടുത്ത നീഡ് എന്ന് പറയുന്നത് എന്തിലോട്ട് പോകും? സേഫ്റ്റിയിലോട്ട് പോകും. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഭക്ഷണം കഴിച്ചു, ആവശ്യത്തിന് വെള്ളം കുടിച്ചു, അവിടെ നമ്മുടെ ആവശ്യം തീരുന്നില്ല. നമ്മുടെ അടുത്ത ആവശ്യം എന്താണ്? നമുക്ക് സുരക്ഷ വേണം. കുട്ടികളായാലും പ്രത്യേകിച്ചു, അല്ലെ? ചെറിയ കുഞ്ഞുങ്ങൾ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവര് വിശക്കുമ്പോ കരയോ, അല്ലെ? ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴൊക്കെ അവര് ചോദിക്കാറുണ്ട്. അവർ ചോദിക്കും, അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാലും അവർ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല. അവരുടെ വിശപ്പ് തീരാനും അവരുടെ ദാഹം അകറ്റാനുള്ള കാര്യം ചെയ്യേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്, അല്ലെ? അപ്പോ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യത്തെ അവരുടെ നീഡ് എന്ന് പറയുന്നത് ഭക്ഷണമാണ്, അല്ലെ? വിശപ്പാണ്. അപ്പോ ആ വിശപ്പ് അകറ്റാനായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കണം, ദാഹം അകറ്റാനായിട്ട് വെള്ളവും കൊടുക്കണം. അപ്പൊ അവിടെ തീരുന്നില്ല, കുഞ്ഞ് സുരക്ഷിതനായി കുഞ്ഞ് വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യണം, അല്ലെ? കുഞ്ഞിന്റെ സേഫ്റ്റി വീട്ടിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതല്ലേ? കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതല്ലേ? ആസ് എ പാരന്റ്സ് എന്ന രീതിയിൽ ആണോ? ഓക്കെ. അപ്പോ രണ്ടാമത്തേതാണ് സേഫ്റ്റി കേട്ടോ. അപ്പോ ആദ്യത്തെ നീഡ് പൂർത്തീകരിച്ചതിന് ശേഷമാണ്, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത നീഡിലോട്ട് പോകുന്നത്. അതിന്റെ ആ ഒരു എന്താ പറയാ, ഹൈറാർക്കിയാണത്. ആദ്യം എന്ത്, രണ്ടാമത് എന്ത്, മൂന്നാമത് എന്ത്, ആ ഒരു രീതിയിൽ ലെവലിലാണ് ഇത് പഠിച്ചു വരുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എല്ലാവർക്കും തന്നെ? ഓക്കെയാണ്. ഓക്കെ. അതിനുശേഷം മൂന്നാമത്തെ നീഡ് കേട്ടോ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാല്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് കുഞ്ഞിന് പിന്നെ വേണ്ടത് സ്നേഹം, സ്നേഹബന്ധങ്ങള്. കുഞ്ഞിന് ലവ് വേണം, അല്ലെ? സ്നേഹം കൊടുക്കണം. അതുപോലെ തന്നെ റിലേഷൻസ്, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം, നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ കുഞ്ഞിന് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, കുഞ്ഞിന് താമസിക്കാൻ, അവനെ സെക്യൂർ ആക്കാൻ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വീട്ടിൽ സ്നേഹിക്കാനായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവണം, അല്ലെ? ആ ഫാമിലി മെമ്പേഴ്സ് എന്ത് കൊടുക്കണം? അവന് സ്നേഹം കൊടുക്കണം. ഓക്കെ. അതായത് കുറെ ഭക്ഷണം കൊടുക്കാനുണ്ട്, കുറെ അധികം എന്താ പറയാ, വലിയ സുഖസൗകര്യങ്ങളുള്ള വലിയൊരു വീടാണ്, 3 നിലക്കെട്ടിലുള്ള വീടാണെന്ന് വിചാരിച്ച് ചിലപ്പോ അതിനകത്തുള്ള ആൾക്കാര് ചിലപ്പോ കുഞ്ഞിന് സ്നേഹം കൊടുക്കണം എന്നില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ആ ഒരു, അതായത് അവന്റെ 2 ആവശ്യങ്ങളും നിറവേറ്റിയതിനു ശേഷം അവന് അടുത്ത് കിട്ടേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് അവന്റെ ഫാമിലി മെമ്പേഴ്സ് അവനെ സ്നേഹിക്കണം, അവന് നല്ല നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അവന് സ്നേഹം ലഭിക്കണം ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത്. അതാണ് നെക്സ്റ്റ് നീഡ് എന്ന് പറയുന്നത്. ഓക്കെ. 3 കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അതിനുശേഷം പിന്നീട് അവന് കിട്ടേണ്ട നീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിന്നീട് അവന് കിട്ടേണ്ടത് നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. അവന് ഭക്ഷണം കിട്ടി, ഷെൽട്ടർ കിട്ടി, എന്താണ് ശാലിനി? ഈസ്റ്റം ആൻഡ് ബിലോങ്ങിങ്. അതായത് അവനൊരു ബഹുമാനവും ഒരു അവന് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു രീതി. അതായത് അവന് അംഗീകാരം കിട്ടണം. അവന് ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ലൊരു വീടുണ്ട്, അവന് എന്താ പറയാ, അവനെ സ്നേഹിക്കാനായിട്ട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. പോരാ, മതിയായിട്ടില്ല കുട്ടിക്ക്. അവൻ എന്ത് കിട്ടണം? മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടണം, മറ്റുള്ളവർ അവനെ റെസ്പെക്ട് ചെയ്യണം, അവൻ അപ്രീസിയേഷൻ കൊടുക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും, നല്ല നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവനെ മനസ്സ് തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. സമൂഹത്തിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ അവന് അംഗീകാരം കിട്ടണം. കളിയാക്കലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കുഞ്ഞിനെ എന്താ പറയാ, പ്രതികൂലമായിട്ട് ബാധിക്കും. നമുക്കറിയാലോ, ചില കുഞ്ഞുങ്ങളെ എന്താ പറയാ, നമ്മൾ ബോഡി ഷേമിംഗ് ഒക്കെ നടത്താറുണ്ട്, അല്ലെ? തടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തടിയാന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ആ ഒരു ഇതിലേക്കാണ് ഇത് പോവുക. മറിച്ച് ആ കുട്ടിയെ നല്ല രീതിയിൽ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ അവന്റെ ആ ഒരു നീ നല്ല വണ്ണമുള്ള ഒരു കുട്ടിയെ നമ്മൾ കാണുമ്പോൾ നീ തടിയനാണല്ലോ എന്ന് പറയുന്നതിന് പകരം നിനക്ക് നല്ല ബോഡിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടല്ലോ, എന്താ ഇതിന്റെ സീക്രട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ
ആ കുട്ടിക്ക് മനസ്സിന് സന്തോഷാവില്ലേ? ആവോ? നിങ്ങൾ പറയൂ. ആകില്ലേ? അപ്പോ അതൊക്കെ എന്ന് പറയുന്നത് മറ്റുള്ളവർ അവന് കൊടുക്കുന്ന അംഗീകാരങ്ങളാണ്. അപ്പൊ അംഗീകാരങ്ങള് അത് ഫാമിലിയിൽ നിന്നാകട്ടെ, സൊസൈറ്റിയിൽ നിന്നാകട്ടെ, അതും എന്താണ് ഒരു കുട്ടിയുടെ ഒരു നീഡില് വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ആത്മസാക്ഷാത്കാരമാണ് കേട്ടോ ലാസ്റ്റ് വരുന്നത്. ഇവിടെ ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടൊരു എന്താ പറയാ, ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിനകത്ത് നിങ്ങളെ കൊണ്ട് അതിനകത്ത് കൂടുതലായിട്ട് വായിപ്പിക്കാം, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും. ഇത് തന്നെയാണ് പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ നീഡ് എന്ന് പറയുന്നത് കുട്ടി തന്റെ കഴിവുകൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് എന്താ പറയാ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അവൻ സക്സസ്ഫുള്ളില് അല്ലെങ്കിൽ സക്സസ് ആവുന്നു, ലൈഫിൽ സക്സസ് ആവാണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇത്രയും നീഡുകളൊക്കെ നിറവേറ്റി, ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടി, താമസിക്കാൻ വീട് കിട്ടി, ഫാമിലിയിൽ നിന്ന് എന്താ പറയുക സേഫ്റ്റി, അത് സുരക്ഷ കിട്ടി, അതുപോലെ ഫാമിലി മെമ്പേഴ്സ് അവനെ സ്നേഹിച്ചു, സൊസൈറ്റിയും ഫാമിലി മെമ്പേഴ്സും അവന് അംഗീകാരം കൊടുത്തു. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അവൻ വളരുന്നതെങ്കിൽ അവന് ലൈഫില് എന്താ പറയാ ധാരാളം അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ധാരാളം സക്സസ് ഉണ്ടാവും. ഓക്കെ, അവൻ നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ ആ കുട്ടി വളരുകയും ആ കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിയുകയും അതിൽ സക്സസ് ആവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോ എന്താ പറയാ അതിന്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് എന്താ പറയാ ആവശ്യങ്ങളുടെ ഒരു ശ്രേണിയാണ്. ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ നീഡ്സ് തിയറി എന്ന് പറയുന്ന തിയറി 3 പേരാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്, അതായത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ 3 പേരെന്ന് പറയുന്നത് ഒന്ന് എബ്രഹാം മാസ്ലോ ആണ്. അദ്ദേഹത്തിന്റെ ഇതിലാണ് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എബ്രഹാം മാസ്ലോയുടെ ഒരു ഇതാണ് ഈ ചാർട്ടിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലല്ലേ? എബ്രഹാം മാസ്ലോയുടെയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഹെൻറി മുറയാണ്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഡേവിഡ് മക്കല്ലോ ആണ്. ഡേവിഡ് മക്കല്ലത്തിന്റെ പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. പക്ഷെ 3 പേര് നീറ്റ് തിയറിയുടെ ഉപജ്ഞാതാക്കൾ അല്ലെങ്കിൽ നീറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ 3 പേര്. ഒന്ന് എബ്രഹാം മാസ്ലോ, 2 ഹെൻറി മുറെ, അതുപോലെ 3 ഡേവിഡ് മക്കല്ല. ഓക്കെ, അപ്പോ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പിരമിഡ് എന്താ പറയുക ഒരു ഹൈറാർക്കി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അല്ലെ. എന്താ പറയാ ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, നീഡ് ഫോർ സെക്യൂരിറ്റി, need for belongingness, need to feel competent, self-actualization needs. ഓക്കെ, അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തേത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് അല്ലെ, ശാരീരിക ആവശ്യങ്ങളാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാ വരിക നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങളാ വരിക ഫിസിയോളജിക്കൽ നീഡ്സില്? പറയൂ. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, വസ്ത്രം, ഫാമിലി. അതൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു കുട്ടിയില് വേണ്ട ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫുഡാണ്, ഭക്ഷണം, 2 വാട്ടർ ആണ്, വെള്ളം, 3 ഉറക്കമാണ്. ഓക്കെ, ഇത് ഒരു കുഞ്ഞിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള പ്രൈമറി നീഡ്സ് ആണ് കേട്ടോ. ഓക്കെ, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, ഉറക്കമുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്.
പിന്നെ വേറെയും വരാം കേട്ടോ, ഷെൽട്ടർ വരാം, ക്ലോത്ത് വരാം, അതൊക്കെ ഇതിനകത്ത് പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇതിനകത്ത് വരാവുന്നതാണ്. അപ്പൊ കുട്ടിയുടെ ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാല് ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ നോട്ട് എഴുതി എടുക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ചാപ്റ്റർ. സാധാരണ നമ്മൾ ചാപ്റ്റർ എടുക്കുന്ന പോലെയല്ല, കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നീഡ് ഫോർ സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണെന്ന്, സുരക്ഷ അല്ലെ. സുരക്ഷയുടെ ആവശ്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സുരക്ഷ? കുട്ടിക്ക് കൊടുക്കുന്ന സുരക്ഷ എന്താണ്? അതായത് സുരക്ഷിതമായിട്ടുള്ള വീടും അന്തരീക്ഷവുമാണ് നീഡ് ഫോർ സെക്യൂരിറ്റി. സുരക്ഷിതമായ വീടും അന്തരീക്ഷവും. ഓക്കെ, അപ്പൊ കുട്ടിക്ക് സെക്യൂർ ആയിട്ട് ഒരു പ്ലേസ് നമ്മൾ ഒരുക്കി കൊടുക്കുക, ഒരു എൻവയൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യമാണ്. അതിലാണ് നീഡ് ഫോർ സെക്യൂരിറ്റി. എഴുതിയോ? നോട്ട് ചെയ്തോ? ഓക്കെ. അടുത്തത് നീഡ് ഫോർ ബിലോങ്ങിനെസ്. നീഡ് ഫോർ ബിലോങ്ങിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹബന്ധങ്ങളുടെ ആവശ്യം, റിലേഷൻഷിപ്പിന്റെ ആവശ്യം കേട്ടോ. സ്നേഹബന്ധങ്ങൾ അഥവാ റിലേഷൻഷിപ്പിന്റെ ആവശ്യമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സ്നേഹബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹമാവാം, സൗഹൃദമാവാം, ഫ്രണ്ട്ഷിപ്പ് ആകാം. ഓക്കെ, അതൊക്കെ ഇതിനകത്താണ് വരുന്നത്. The next one, need to feel competent. അതായത് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അംഗീകാരം നേടാനുമുള്ള ആവശ്യം. ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ ലഭിക്കാനും സ്വന്തം കഴിവുകൾ, സ്വന്തം സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആവശ്യം. ഒന്നുകൂടി പറയാം, സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അംഗീകാരം നേടാനുമുള്ള ആവശ്യം. The next one, self-actualization needs ആണ്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇതാണ് എന്ത് പറയുന്നത്, ഈ ഒരു നീഡ് എന്ന് പറയുന്നത്. ഇതെന്താണ്? സ്വന്തം കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് നേടുന്ന ആത്മസംതൃപ്തി. അതായത് ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഉപയോഗിച്ച് അയാൾ ഒട്ടനേകം കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ അയാള് അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുന്നു. Okay, that is self-actualization needs. മിസ് ലാസ്റ്റത്തെ ഒന്നുകൂടെ പറയാമോ? സ്വന്തം കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് നേടുന്ന ആത്മസംതൃപ്തി. സ്വന്തം കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് നേടുന്ന ആത്മസംതൃപ്തി. ക്ലിയർ അല്ലേ? മിസ്സേ, ആ 3 ആൾക്കാരുടെ പേര് പറഞ്ഞില്ലേ? ഹെൻറി മുറെ, അബ്രഹാം മാസ്ലോ, ഒരു ഹെൻറി മുറെ. 2 പേര് ഇതിനകത്തുണ്ട്. ഡേവിഡ് മെക്കല്ല അല്ലെ? ഓക്കെ, ഒന്ന് സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. MA മെക്കല്ലേ? മെക്കല്ലോ എന്നാണ്. മെക്കല്ലം, MECELLAM. AM അല്ലേ? ഓക്കെ ഓക്കെ. ഒരു സെക്കൻഡ് കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം, അതിനെ ഇതിനോടൊന്ന് റിലേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു നീഡ് കൺസെപ്റ്റുമായിട്ട് അതിനെ ഒന്ന് റിലേറ്റ് ചെയ്താൽ മതി. കഥ തുടങ്ങാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഒരു ഭിക്ഷക്കാരൻ സ്ട്രീറ്റിലിരുന്ന് ബഗ് ചെയ്യാണ്, ഭിക്ഷ യാചിക്കാൻ. ഓക്കെ, അപ്പൊ അതിലൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. അയാള് കാറിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് അയാൾ നടക്കുന്നത്. കാർ അങ്ങോട്ട് പോകില്ല, ഒരു കുഞ്ഞു വഴിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ മെയിൻ റോഡിൽ കാർ നിർത്തിയിട്ട് അയാൾ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അയാളുടെ മുമ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭിക്ഷക്കാരൻ ബെഗ് ചെയ്യുന്നത്. അയാള് ഈ നടന്നു പോകുന്ന ആള് ഭിക്ഷക്കാരനെ ശ്രദ്ധിച്ചില്ല, യാചകനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ യാചകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ നടന്നു പോകുന്ന വഴിക്ക് അയാളുടെ പേഴ്സ് താഴെ വീണു, റോട്ടിൽ വീണു. ഓക്കെ, ഉടനെ തന്നെ അയാളത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നടന്നു പോകുന്ന ആള് പേഴ്സ് പോയതൊന്നും അറിഞ്ഞിട്ടില്ല. ഉടനെ തന്നെ ഭിക്ഷക്കാരൻ പുറകെ ഓടി ചെന്നിട്ട് അയാളെ വിളിച്ചു, സാറേ സാറിന്റെ പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോ ഇയാള് ഞെട്ടുവാണ്, അയ്യോ ഇയാള് പേഴ്സ് പോയത് പോലും അറിഞ്ഞിട്ടില്ല, അയ്യോ എന്റെ പേഴ്സ് താഴെ പോയോ, ഓ താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇയാള് ആ പേഴ്സ് മേടിച്ചു. അപ്പോഴാണ് ഈ ആള് ഭിക്ഷക്കാരനെ ശ്രദ്ധിക്കുന്നത്. അയാളുടെ വളരെ എന്താ പറയാ വികൃതമായിട്ടൊരു കോലമായിരുന്നു. കാരണം കുറെ നാളുകളായി അയാൾ കുളിച്ചിട്ട് ഭക്ഷണം വരെയൊക്കെ കഴിച്ചിട്ട് കുറെ നാളുകളായെന്നൊക്കെ ആ ഒരു കണ്ട രൂപത്തിൽ തന്നെ ഈ ആൾക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, ഇദ്ദേഹം ഈ ഭിക്ഷക്കാരനെ നേരെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറ്റി. എന്നിട്ട് ഭിക്ഷക്കാരനോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഭിക്ഷക്കാരൻ ഇങ്ങനെ അന്താളിച്ചിരിക്കാണ്, എന്താണ്. അപ്പൊ ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്കിനി യാചിച്ചാലാണ് എനിക്ക് വല്ലതും കിട്ടുക, എനിക്ക് പൈസ കിട്ടുക, എനിക്ക് വല്ലതും കഴിക്കാനായിട്ട് പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞു, ആ കുറച്ചു നേരമല്ല എന്റെ കൂടെ വരുമെന്നും പറഞ്ഞ് ഈ ഭിക്ഷക്കാരൻ അല്ല ഈ വന്ന ആള് ഈ ഭിക്ഷക്കാരനെ വിളിച്ച് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ്. ഓക്കെ, ആ യാത്രക്കാരന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയപ്പോ ഇയാള് അമ്പരപ്പാണ്, വീട് കണ്ടിട്ട് വലിയൊരു വീടാണ്, ഒരു ബംഗ്ലാവ് പോലത്തെ വീടാണ്. അപ്പൊ ഭിക്ഷക്കാരന് മനസ്സിലായി ഇയാള് നല്ല പണമുള്ള ഒരാളാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഭിക്ഷക്കാരന് എന്ത് ചെയ്തു, ഈ കൊണ്ടുവന്ന ആൾ എന്ത് ചെയ്തു, ഭിക്ഷക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഭിക്ഷ യാചിക്കാനായിട്ട് പോകണ്ട, എന്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഈ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ ഞാൻ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു ഇടം തരാന്ന് പറഞ്ഞു. അപ്പൊ ഭിക്ഷക്കാരൻ ഓൾമോസ്റ്റ് ഹാപ്പി ആയി. എന്നാലും ജോലി എടുക്കണമല്ലോ, എന്നാലും മാത്രമല്ല എനിക്ക് എന്താ പറയാ താമസിക്കാൻ വീടെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി എടുത്താൽ മാത്രമാണ് തനിക്ക് പൈസ കിട്ടുക, അതിലൂടെയാണ് തനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുക എന്ന് അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമൊന്നും ആയില്ല. അങ്ങനെ അന്ന് അദ്ദേഹം ഇയാൾ പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ആയപ്പോഴ് നമ്മുടെ മുടിയൊക്കെ വെട്ടുന്ന ആളുണ്ടല്ലോ, ബാർബർ, അയാള് വന്നു. അയാള് വന്നിട്ട് അയാളുടെ മുടിയൊക്കെ വെട്ടി അയാളെ വൃത്തിയാക്കി ഷേവൊക്കെ ചെയ്ത് വൃത്തിയാക്കിപ്പിച്ചു. പിന്നെ അയാൾക്ക് ഉടുക്കാനുള്ള വസ്ത്രം കൊടുത്തു. ഈ കൊണ്ടുവന്ന ആള് അയാൾക്ക് അയാളുടെ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് മുഷിഞ്ഞതായിരുന്നു, കുറെ നാളായി കുളിച്ചിട്ട്. അപ്പൊ കുളിക്കാനൊക്കെ പറഞ്ഞ് അയാൾ കുളിച്ചു വന്നപ്പോഴും ഉടുക്കാനുള്ള പുതിയ വസ്ത്രം കൊടുത്തു. അങ്ങനെ അയാളൊരു കുട്ടപ്പനായിട്ട് മാറി. അപ്പൊ തലേ ദിവസം വരെ ബെഗ് ചെയ്തിരുന്ന ആളാണ്, ഈ ഒരൊറ്റ ആള് കാരണം അയാളുടെ കോലമേ മാറി, അയാൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് മാറി. എന്നിട്ട് അപ്പൊ ഇയാള് ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഔട്ട് ഹൗസിൽ തന്നെയാണല്ലോ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മുതലാളി പറഞ്ഞു, മുതലാളി എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ, അല്ലെങ്കിൽ എപ്പോഴും ആളെന്ന് പറയാൻ എന്താ വരും. അപ്പൊ ഈ മുതലാളി പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം, നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ എവിടേക്കാണെന്ന് ഭിക്ഷക്കാരൻ ചോദിച്ചു. അപ്പൊ അത് പറയുന്നില്ല, അത് അവിടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ ഒരു എന്താ പറയാ ഓഫീസിലേക്ക്, ഈ മുതലാളിയുടെ ഒരു ഓഫീസിലേക്ക് ഈ ഭിക്ഷക്കാരനെ കൊണ്ട് ചെന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ പറഞ്ഞു, ഇത് നമ്മളുടെ പുതിയ പ്യൂൺ ആണെന്ന് പറഞ്ഞു. ഓക്കെ, പ്യൂൺ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അദ്ദേഹത്തെ അവിടെ ഓഫീസ് മുഴുവൻ കാണിച്ചു. എന്നിട്ട് അയാൾ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു.
ഓക്കെ, അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തനിക്ക് താമസിക്കാൻ ഒരു സ്ഥലവും ഉടുക്കാൻ ഒരു വസ്ത്രവും ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയും കിട്ടിയിട്ടുണ്ട് അല്ലെ, വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ജോലിയും കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. പ്യൂണെങ്കിൽ പ്യൂൺ, അതായത് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ആളാണ്, അയാൾക്കാണ് പ്യൂൺ ജോലി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അയാൾ കുറെ നാള് ആ ജോലി ചെയ്തു. അപ്പൊ അയാളുടെ ആ ഒരു വർക്കിലെ എന്താ പറയാ സത്യസന്ധതയും അതുപോലെ തന്നെ അയാൾ നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, ഈ ഭിക്ഷക്കാരൻ നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ പ്യൂൺ പോസ്റ്റിൽ നിന്ന് ഉയർന്ന ഒരു സ്റ്റാഫ് ആക്കി മാറ്റി. സ്റ്റാഫ് മീൻസ് മാനേജർ ആക്കി മാറ്റി. ഓക്കെ, നല്ല രീതിയിൽ മാനേജറിന്റെ ജോലികളും കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു. ഈ സമയത്ത് അയാൾ വിവാഹം കഴിച്ചു, അയാൾക്ക് ഒരു ഫാമിലി ഉണ്ടായി. ഇതൊക്കെ ഈ സമയത്താണ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ മാനേജറുടെ ജോലിയാണ് ചെയ്യുന്നത്. വളരെയധികം, അതായത് ഈ ഒരു മുതലാളിക്ക് കുറേയധികം ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ സമയവും ഈ ഒരു ഓഫീസിൽ മാത്രം ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ആ ഓഫീസിലെ ഓവറോൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഒരു കമ്പനിയുടെ ഓവറോൾ കാര്യങ്ങളൊക്കെ ഈ ഭിക്ഷക്കാരനെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് ചെയ്യാനായിട്ട്. അപ്പൊ അയാൾ നല്ല രീതിയിൽ അയാൾ ചെയ്തു. നല്ല ഒരു റിസൾട്ട് അദ്ദേഹത്തിന്, എന്താ പറയുക, ഈ ഭിക്ഷക്കാരൻ മൂലം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ഉണ്ടായി. കുറെ നാളുകൾക്ക് ശേഷം എന്ത് ചെയ്തു, ഈ ഭിക്ഷക്കാരൻ തനിയെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ലോകത്തെ തന്നെ അറിയുന്ന ഏറ്റവും വലിയൊരു കമ്പനി ആര് സ്റ്റാർട്ട് ചെയ്തു? ഈ ഭിക്ഷക്കാരൻ സ്റ്റാർട്ട് ചെയ്തു ഒറ്റയ്ക്ക്. ഇദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് അതിനുള്ള കഴിവുകളുണ്ട്. പ്യൂണായിരുന്ന ഒരാള് കുറച്ച് നാളുകൾക്ക് ശേഷം മാനേജർ പോസ്റ്റിൽ എത്തുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എഫേർട്ട് കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അത് ലോകം മുഴുവൻ അറിയുകയും ചെയ്തു. അയാൾ അതിൽ സക്സസ്ഫുൾ ആയി. ഓക്കെ, കഥ നിങ്ങളുടെ മുന്നിലും ഇങ്ങനെ പിക്ചർ പോലെ തെളിഞ്ഞു വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കഥ ഉണ്ട്. എന്ത് മനസ്സിലായി ഇതിന്ന്? ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? പറയൂ. നീറ്റ് തിയറമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ? പറ്റി. പറയട്ടെ മാഡം, എന്താണ്? ഞാൻ പറയട്ടെ എന്താണ് മനസ്സിലായതെന്ന്. ആ, പറഞ്ഞോളൂ മഞ്ജു. ഓരോ നീഡ്സും ഇന്റർ റിലേറ്റഡ് ആണ്. ആദ്യം കിട്ടേണ്ട നീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അതെ അതെ, കറക്റ്റ് ആണ്. ആ ഭിക്ഷക്കാരൻ ഏറ്റവും ആവശ്യമുണ്ടാവേണ്ടത് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ അദ്ദേഹത്തിന്, ഞാനത് വിട്ടുപോകുന്നു പറയാനായിട്ട്, ആദ്യം തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോ തന്നെ ഭക്ഷണമാണ് കൊടുത്തത്. ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് ഉടുക്കാൻ വസ്ത്രം കൊടുത്തു അല്ലെ. പിന്നെ അദ്ദേഹത്തിന് ഒരു വരുമാനത്തിന് വേണ്ടി അദ്ദേഹത്തിനെ ജോലിക്ക് ചേർത്തു. അവിടെ നിന്നാണ് അദ്ദേഹം ഓരോ സ്റ്റേജും പാസ് ചെയ്ത് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, അതായത് സ്വന്തം കഴിവുകൾ കൊണ്ട് അദ്ദേഹം ആത്മസംതൃപ്തി നേടി. ഓക്കെ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ ഈ കഥ. നീറ്റ് തിയറി മനസ്സിലാകാത്ത ഒരാൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ഓക്കെ, അപ്പൊ ഏതൊരാൾക്കും ഞാനൊരു ഭിക്ഷക്കാരന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ, അത് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പൊ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില നീഡ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുക. അങ്ങനെ പോയാണ് നമുക്ക് അവസാനം ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അഥവാ ആത്മസംതൃപ്തി കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നീഡ് കൺസെപ്റ്റ് ആണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്യാം. കുറെ ഉണ്ട്, 2 പേജോളം ഉണ്ട്. നന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക. വായിച്ചു കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. വർഷയിൽ ഇപ്പൊ കാണാറില്ലല്ലോ. വർഷ ക്ലാസ്സിൽ കയറാറില്ലേ? ഉണ്ടോ? പക്ഷെ എല്ലാ ദിവസവും എങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഞാൻ സലൂണിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ നമുക്ക് വോയിസ് ഓൺ ആക്കാൻ പറ്റില്ല. അതെ അല്ലേ, ഞാൻ ചോദിച്ചെന്നുള്ളൂ, കാണാറില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യണേ. ഫുൾ റീഡ് ചെയ്യണം കേട്ടോ, ഫുൾ റീഡ് ചെയ്യണം. ഓക്കെ. വായിച്ചു കഴിഞ്ഞോ?
എസ്റ്റീം എന്ന് പറഞ്ഞാൽ ആദരവ് എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. ബഹുമാനം, ആദരവ് അങ്ങനെയൊക്കെയാണ്. സുബിത വായിച്ചു കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ വായിച്ചത്രയും? ഫുള്ള് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വായിച്ചത്രയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നീഡ് കൺസെപ്റ്റിലെ ഫസ്റ്റ് പാരഗ്രാഫ്. രശ്മി റീഡ് ചെയ്തായിരുന്നോ? കുറച്ചേ വായിച്ചോളൂ, താമസിച്ച് കയറിയപ്പോ. നീഡ് കൺസെപ്റ്റ് വായിച്ചായിരുന്നു, ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചായിരുന്നു. അതില് കൺസെപ്റ്റ് നീഡ്, അതായത് ഞാൻ ഫസ്റ്റ് നീഡിന്റെ ഞാൻ ക്ലാസ്സിൽ കയറിയില്ല കേട്ടോ, ഹയറാർക്കി നീഡേ. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോന്ന് അറിയാൻ വയ്യ, മനസ്സിലായത് പറയാം. അതായത് ഒരു ഹെൻറി മുരെ എന്ന് പറയുന്ന ഒരു ആള് പറഞ്ഞൊരു തിയറി അനുസരിച്ച് അദ്ദേഹം കുറെ ആവശ്യം എന്നതിനെ ഒരു ലിസ്റ്റിൽ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അച്ചീവ്മെന്റ്, അക്വിസിഷൻ, അതായത് നേട്ടങ്ങള്, ഏറ്റെടുക്കല്, അംഗീകാരം, അഗ്രഷൻ, ഓട്ടോണോമി, കൺസ്ട്രക്ഷൻ, ഡിഫൻസ്, ആധിപത്യം, ഡോമിനൻസ്, ദെൻ എക്സിബിഷൻ, ശ്രേഷ്ഠത ആൻഡ് സെക്സ്. ഇതെല്ലാം ഒരു ആവശ്യം എന്ന ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് നീഡെന്ന് വെച്ചാൽ ഒരു സാങ്കല്പിക ഒരു ഫോഴ്സ് എന്നാണ്. അത് പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടീസ്, ഓർഗനൈസിങ്, പെർസെപ്ഷൻ, ഇന്റലിജൻസ് ആൻഡ് ആക്ഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ. അതായത് ഒരു എന്താണ് പെർസെപ്ഷൻ, ധാരണ, ഒരാളുടെ ഒരു വ്യക്തിയുടെ ധാരണയെയും ബുദ്ധിയെയും പ്രവൃത്തിയെയും എന്താണ് ഓർഗനൈസ് ചെയ്യുന്ന, എനിക്ക് അറിഞ്ഞൂടാ, ഇത്രയാണ് മനസ്സിലാക്കിയത്, കറക്റ്റ് ആണോന്ന് അറിഞ്ഞൂടാ. വേറെ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമോ? വേറെ ആർക്കെങ്കിലും? ശാലിനി എക്സ്പ്ലെയിൻ ചെയ്യാവോ? ശ്രമിക്കാം മാം. എന്ന് പറയുമ്പോ ഞാൻ വായിച്ചിട്ട് കുറച്ച് അണ്ടർലൈൻ ചെയ്തത് മാത്രം പറയാം. ഇതില് നീഡ് കോൺസെപ്റ്റിന്റെ മെയിൻ പോയിന്റ്സ് ആണ് പറയുന്നത്. പിന്നെ ഓരോ ആൾക്കാർ പറഞ്ഞ അവരുടെ തിയറീസ് ആണ് ഇതിൽ പറയുന്നത്. നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ. നീഡ്സ് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആർ closely linked to motivation and drive as demonstrated by experiments and observed in human behavior. അങ്ങനെ പറയുമ്പോൾ ബയോളജിക്കൽ ജീവശാസ്ത്രപരമായിട്ടും പിന്നെ സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മനുഷ്യന്റെ പെരുമാറ്റ രീതി അത് നിരീക്ഷിക്കുന്നതും പരീക്ഷണങ്ങൾ പോലെയുമാണ്. പിന്നെ അതുകൂടാതെ മുറൈസ് നീഡ് തിയറി, ഹെൻറി മുറൈസിന്റെ ഒരു തിയറി, പ്രൊപ്പോസ്ഡ് എ തിയറി ഔട്ട്ലൈനിങ് വേരിയസ് നീഡ്സ് ലൈക്ക് അച്ചീവ്മെന്റ്, affiliation, aggression, autonomy, and sex, viewing need as a hypothetical force that organize
perception, intelligence, and action with unsatisfied needs, driving individuals to work towards satisfaction. എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തിയറി, സിദ്ധാന്തം, മറ്റേ നേട്ടം അല്ലെങ്കിൽ ബന്ധം, പിന്നെ സെക്സ്, ലൈംഗികത തുടങ്ങിയ വിവിധ ആവശ്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് ഹെൻറി കുറെ മുന്നോട്ട് വച്ചെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ബുദ്ധി, ആക്ടിവിറ്റീസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഒരു സ്ട്രെങ്ത് ആയി കാണുന്നു. ഞാൻ പറയണത് മനസ്സിലാവണമെന്ന് അറിയത്തില്ല, എന്റെ രീതിയിലാണ് പറയുന്നത്. ഓക്കെ. പിന്നെ വ്യക്തികൾക്ക് തൃപ്തികരമല്ലാത്ത ആ ഒരു നീഡ്സ്, പിന്നെ എന്തോന്ന് സംതൃപ്തിയിലോട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു എന്നാണ് മുറായുടെ തിയറി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുമ്പോൾ അബ്രഹാം മാസ്ലോവിന്റെ ഒരു തിയറി കൂടി പറയുന്നുണ്ട്. അയ്യോ, അപ്പോ നീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് with the closely connected with the concept of drive is the concept of need. അതായത് ഡ്രൈവ് എന്നൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ജസ്റ്റ് അത് അവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് അറിയേണ്ടതില്ല. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് എന്താണ്, രണ്ട് തരത്തില്, അതായത് ഹെൻറി മുറെ എന്ന് പറയുന്ന ആള് നീഡ്സിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് ബയോളജിക്കൽ ആണ്, മറ്റൊന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ്. ഹെൻറി മുറെ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ബയോളജിക്കൽ നീഡ്സ്, രണ്ടാമത്തത് സൈക്കോളജിക്കൽ നീഡ്സ്. എന്തായിരിക്കും ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഹെൻറി മുറയുടെ അഭിപ്രായത്തില്? എന്തായിരിക്കാം ബയോളജിക്കൽ നീഡ്സ്? എന്തായിരിക്കാം ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ജീവശാസ്ത്രപരമായ ജീവികളിലൂടെ പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെയുള്ള ഒരു ഓക്കെ. അതായത് ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയാണ് ഈ പറയുന്നത് ബയോളജിക്കൽ നീഡ്സ് എന്ന് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഇതായിട്ട് സ്നേഹബന്ധം അല്ലെങ്കിൽ അംഗീകാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മുറയുടെ അഭിപ്രായത്തില് ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമില്ല. അച്ചീവ്മെന്റ്, അതായത് നീഡ് ഓഫ് അച്ചീവ്മെന്റ്, അച്ചീവ്മെന്റിന്റെ ആവശ്യം, അക്വിസിഷൻ, അഫിലിയേഷൻ, അഗ്രഷൻ, ഓട്ടോണമി, കൺസ്ട്രക്ഷൻ, ഡിഫൻസ്, ഡൊമിനൻസ്, എക്സിബിഷൻ, സുപ്പീരിയോറിറ്റി ആൻഡ് സെക്സ്, ഇങ്ങനെ പറഞ്ഞ് കുറേയധികം നീഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ഇതാണ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും അച്ചീവ്മെന്റ് എന്ന് പറയുന്ന നീഡ്? സക്സസ് ആവുക അല്ലെ. അതായത് ഇപ്പോ ഒരു സ്റ്റുഡന്റിനെ വെച്ച് പറയുവാണെങ്കിൽ, ഒരു കുട്ടി പരീക്ഷയില് ഹൈ മാർക്സ് മേടിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്, അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരേക്കാൾ വിജയം നേടാനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് മത്സരങ്ങളിലൊക്കെ, കോമ്പറ്റീഷനിലൊക്കെ കുട്ടിക്ക് വിജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെയാണ് അച്ചീവ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏതൊരു കുട്ടിക്കായാലും, ഇപ്പൊ നിങ്ങളൊക്കെ പഠിക്കുന്ന അല്ലെ, നിങ്ങളിപ്പോ മോണ്ടിസോറി TTC പഠിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരുടെ നിങ്ങളുടെ ഉള്ളിലില്ലേ, എനിക്ക് നല്ല രീതിയിൽ കോഴ്സ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മാർക്ക് വാങ്ങി മറ്റുള്ളവരെക്കാളും മികച്ച രീതിയിൽ എനിക്ക് മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലില്ലേ? ഇല്ലേ? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. മറ്റുള്ളവരെക്കാൾ ഒരു മാർക്കെങ്കിലും എനിക്ക് കൂടുതൽ വേണം. അപ്പൊ അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കും. ദാറ്റ് ഈസ് അച്ചീവ്മെന്റ് നീഡ്. ഓക്കെ, മുറയുടെ അഭിപ്രായത്തില് അച്ചീവ്മെന്റ് നീഡ് എന്ന് പറഞ്ഞാല് ഒരു കുട്ടി പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്നു,
മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടി? സക്സസ്ഫുൾ ആകുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഡൊമിനൻസ് ആണ്. ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആധിപത്യം എന്ന് പറയും അല്ലെ. അതായത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ തന്റെ ചുറ്റുപാടിലുള്ള തന്റെ സറൗണ്ടിങ്സിലുള്ള ആളുകളെ എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും ഇഷ്ടമാണ് അല്ലെ. നമ്മളൊരു വ്യക്തിയായിരിക്കും നമ്മൾക്ക് ഇഷ്ടമായിരിക്കും അല്ലെ. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം എന്നുള്ളത് നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ. നമ്മളൊരു സൂപ്പർവൈസർ ആയിട്ട് നിന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സൂപ്പർവിഷൻ കൊടുത്ത് നേതൃത്വം കൊടുത്ത് നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങള് ക്ലാസ്സിൽ ഒരു ലീഡർ ആയെന്ന് വിചാരിക്കുക, ക്ലാസ് ലീഡർ ആയി. അപ്പൊ ക്ലാസ് ലീഡറിന് മറ്റു സ്റ്റുഡൻസിന് ഇല്ലാത്ത കുറെ അധികം പവേഴ്സ് ഉണ്ട് അല്ലെ, ശരിയല്ലേ? ഒരു ക്ലാസ് ലീഡറായി നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ മറ്റു സ്റ്റുഡൻസിന് ഇല്ലാത്ത കുറെ അധികം പവേഴ്സ് അവർക്ക് കിട്ടും. അപ്പൊ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ, മറ്റുള്ളവരെ എന്താ പറയാ അവരെ എന്താ പറയാ ഒരു ഭരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകും. ദാറ്റ് ഈസ് ഡോമിനൻസ്. ഓക്കെ, എന്താ എന്താണ് കഴിയാറായിട്ടുള്ളതാണോ കയറിയത്? വന്ന ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ വന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി 2 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കയറിയത്. നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയി ഞാൻ. നമുക്ക് 3 മണിക്ക് ക്ലാസ് പറഞ്ഞിരുന്നില്ലേ? അതില്ലട്ടോ ഇന്ന്. കണ്ടു അല്ലേ? പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എന്താ പറയാ ഭരിക്കാനുള്ള ആ ഒരു ആവശ്യം, അല്ലെങ്കിൽ അത് നമ്മുടെ മനുഷ്യരായിരിക്കും നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. നമ്മൾക്ക് ആരെങ്കിലും ഒരു നേതൃസ്ഥാനം തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമാവും അല്ലെ. ഒരു 20 പേരിരിക്കുന്നു, ആ 20 പേരില് നിങ്ങൾ ആ 20 പേരിൽ ഒരാളെ മാത്രമാണ് സെലക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. എല്ലാ അംഗീകാരവും അതുപോലെ റെസ്പെക്ട്, സ്നേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നു. ഓക്കെ, അപ്പോ പ്രത്യേകമായിട്ടുള്ള ഒരു പവർ ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കമ്പനി, ഒരു ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സൂപ്പർവൈസർ ഉണ്ടാവും അല്ലെ. അപ്പൊ സൂപ്പർവൈസറിനുള്ള പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. അയാൾക്ക് എന്ത് കാര്യം ഇവിടെ ചെയ്യാം, അയാൾക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ നടപ്പിലാക്കാം. അയാൾ ആരും ചോദ്യം ചെയ്യാനായിട്ട് വരില്ല. അപ്പൊ അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ ഭരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അദ്ദേഹത്തിന് ഒരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് ഉള്ളിലൊരു സന്തോഷം ലഭിക്കുന്ന കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് ഡോമിനൻസ്. ഓക്കെ, അതൊരു നീഡാണ് കേട്ടോ, ആവശ്യമാണത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ് ചെയ്യുന്നത്? നീഡ് കോൺസെപ്റ്റ് ആണോ മാം ഇന്ന് പറഞ്ഞേ? നീഡാണ്, ഹൈറാർക്കി ഓഫ് നീഡ് പറഞ്ഞു. അതുപോലെ ഇപ്പൊ നീഡ് കൺസെപ്റ്റ് നമ്മുടെ ഹെൻറി മുറയുടെ നീഡ് കൺസെപ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ മാമിന്റെ ക്ലാസ് ആണോ? നാളെ മാമിന്റെ ക്ലാസ് ആയിരിക്കും. ഇല്ല മാം, അപ്പൊ ഞങ്ങള് കരുതി ഇന്ന് ജോബ് സാറിനാണല്ല, അപ്പൊ ഇന്ന് മാഡം കയറി കയറിയതായിരിക്കും ഓർത്ത്. അതാണ് നാളെ എന്റെ ക്ലാസ് തന്നെയാണ്. ഞാന് സാറിന് എന്റെ ക്ലാസ് സാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 2-3 ക്ലാസ്സൊക്കെ സാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സാറിന് ഒരു അത്യാവശ്യം വന്നു, അതുകൊണ്ട് എന്നെ വിളിച്ചു, അതാണ് ക്ലാസ് എടുക്കാൻ വന്നേ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ ഒക്കെ വരുമല്ലോ, എക്സാം വരുമല്ലോ, അപ്പം ഈ ടെക്സ്റ്റിന് ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ വരുന്നത്, ഔട്ട്സൈഡ് ഒന്നും വരത്തില്ലല്ലോ? ഇല്ല, നീഡൊക്കെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാല് അതിന്റെ ചിലപ്പോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും വരുന്നത്. അല്ലാതെ പുറത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ എടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും വരില്ല, ടെക്സ്റ്റ് ബേസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ്?
Thank you, Ashwati ma'am, and my dear friends, to participating with me on the new session. Today, ma'am taught us about the basic needs of a child. The first basic needs of a child are food, water, and sleep. Also, love and a relationship can make change of the child's future. Hope that today's class interesting to us. Thank you, ma'am. Okay, thank you. Thank you so much. Thank you, ma'am. Okay. Thank you, ma'am. താങ്ക് യു മാം താങ്ക് യു Thank you, ma'am.